Today I am discussing mainly three topics. The first topic is file access method. The second topic is file allocation methods. The third is disk formatting. അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഫയൽ ആക്സസ് മെത്തേഡിൽ നമുക്ക് മെയിൻലി മൂന്ന് ടൈപ്പ് ആക്സസ് മെത്തേഡുകൾ പഠിക്കാനുണ്ട്. സീക്വൻഷ്യൽ ആക്സസ്, ഡയറക്റ്റ് ആക്സസ് ആൻഡ് ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡ്. ഫയൽ അലോക്കേറ്റ് ചെയ്യുന്ന ഡിസ്കിൽ ഫയൽ അലോക്കേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് നമുക്ക് കണ്ടിഗ്വസ് അലോക്കേഷൻ, ലിങ്ക്ഡ് അലോക്കേഷൻ ആൻഡ് ഇൻഡെക്സ്ഡ് അലോക്കേഷനും പഠിക്കാനുണ്ട്. പിന്നെ ഡിസ്ക് ഫോർമാറ്റിംഗ്, അതിനകത്ത് ലോ ലെവൽ ഫോർമാറ്റിംഗും അതുപോലെ ഹൈ ലെവൽ ഫോർമാറ്റിംഗ്, ഡിസ്ക് ഫോർമാറ്റിംഗും എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വൺ ബൈ വൺ ഓരോന്നിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഫയൽ ആക്സസ് മെത്തേഡ് നോക്കാം. നമുക്കറിയാം ഫയല് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഇൻഫർമേഷൻ ഫയലിനകത്തുള്ളത് റീഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് പല രീതിയിൽ ഈ ഫയലിലുള്ള ഡേറ്റ, ദർ ആർ സെവറൽ വേസ് ടു ആക്സസ് ദിസ് ഇൻഫർമേഷൻ ഓഫ് ദി ഫയൽ. ഫയലിൽ നിന്ന് നമുക്ക് പല രീതിയിൽ ഈ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാം. മെയിൻലി മൂന്ന് രീതിയിലാണ് നമുക്ക് ഒരു ഫയലിലെ കണ്ടന്റ് റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആക്സസ് മെത്തേഡ്. മൂന്നാമത്തത് ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡ്. നമുക്ക് ആദ്യം സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്സസ് മെത്തേഡാണ്. ഇവിടെ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഫയലിലെ ഇൻഫർമേഷൻസ് വൺ റെക്കോർഡ് അറ്റ് എ ടൈം, വൺ ആഫ്റ്റർ ദ അനദർ, അല്ലെങ്കിൽ സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും നമ്മൾ റീഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എഡിറ്റർ അല്ലെങ്കിൽ കമ്പൈലറിൽ നമ്മളിപ്പോൾ ഒരു സി പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അത് ആദ്യത്തെ ലൈൻ, നെക്സ്റ്റ് ലൈൻ, അങ്ങനെ സീക്വൻസ് ആയിട്ടല്ലേ റീഡ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ പറയും മാഗ്നറ്റിക് ടേപ്പിൽ നമ്മൾ മുമ്പ് ഡാറ്റ സ്റ്റോറേജിന് ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് ടേപ്പ് ആയിരുന്നു. ഈ ടേപ്പിലും ഡേറ്റ എങ്ങനെയാണ് സീക്വൻഷ്യൽ ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ഫയലിലെ ബൾക്കായിട്ടുള്ള ഓപ്പറേഷൻസ് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒന്നെങ്കിൽ ഫയലിലുള്ള ഡേറ്റ റീഡ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുക. നമ്മൾ സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡിൽ മെയിൻലി രണ്ട് ഓപ്പറേഷൻസ് ആണ് നമുക്ക് ഈ ഇതിനെ സഹായിക്കാൻ. റീഡ് നെക്സ്റ്റ് ഓപ്പറേഷനും റൈറ്റ് നെക്സ്റ്റ് ഓപ്പറേഷനും. റീഡ് നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫയല് റീഡ് ചെയ്ത് വൺ ബൈ വൺ എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ നെക്സ്റ്റ് പൊസിഷൻ റീഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഫയൽ പോയിന്റർ ഓട്ടോമാറ്റിക്കലി അഡ്വാൻസ് ചെയ്ത് നെക്സ്റ്റ് പോയിന്ററിലോട്ട് പോയി. അതുപോലെ റൈറ്റ് നെക്സ്റ്റും അങ്ങനെ തന്നെയാണ്. എന്താ ചെയ്യുന്നത്, നമ്മുടെ ഫയലിൽ എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ തൊട്ടടുത്ത ലൊക്കേഷനിലോട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്നു. അപ്പം ഇവിടെ നമ്മൾ എന്തെങ്കിലും സീക്വൻഷ്യൽ ആയിട്ടാണ്. അപ്പൊ റീഡ് നെക്സ്റ്റ്, ഇനിഷ്യലി നമ്മളൊരു റീഡ് നെക്സ്റ്റ് ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫയലിന്റെ ഏറ്റവും ബിഗിനിങ്ങിലായിരിക്കും റീഡ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ റീഡ് നെക്സ്റ്റ് കഴിയുമ്പോൾ ഇപ്പൊ റീഡ് ചെയ്യുന്നതിന്റെ നെക്സ്റ്റ് പൊസിഷൻ, അങ്ങനെ സീക്വൻഷ്യൽ ആയിട്ട്. അതേപോലെ തന്നെ റൈറ്റും ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഫയലിൽ കണ്ടന്റ് ഉണ്ട് എങ്കിൽ ഇനി നമ്മൾ റൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. റൈറ്റ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും, ഇപ്പോൾ ഉള്ള ഫയലിന്റെ കണ്ടന്റ് എൻഡ് എവിടാണോ അതിന്റെ നെക്സ്റ്റ് പൊസിഷനിലോട്ട് നമ്മുടെ എന്താണ് പോയിന്റർ അഡ്വാൻസ് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് ചെയ്യും. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡ്. ഇനി നമ്മൾ ഡയറക്റ്റ് ആക്സസ് മെത്തേഡ് ആണ്. ഡയറക്റ്റ് ആക്സസ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ അതിന് വേറൊരു പേര് പറയും റിലേറ്റീവ് ആക്സസ് മെത്തേഡ് എന്ന് പറയും. ഈ റിലേറ്റീവ് ആക്സസ് മെത്തേഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ് മെത്തേഡ്, ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഫയലിലുള്ള കണ്ടന്റുകളിൽ നമുക്ക് ഏത് ലൊക്കേഷനിലും ഡയറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഓർഡറിൽ തന്നെ റീഡ് ചെയ്ത് പോകണമെന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഡിസ്ക്, ഹാർഡ് ഡിസ്കിലൊക്കെ നമുക്കറിയാം, നമുക്ക് ആ ഹാർഡ് ഡിസ്കിലുള്ള ഏതൊരു ബ്ലോക്കും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം. ഗിവൺ നമുക്ക് ആ ബ്ലോക്ക് നമ്പർ തന്നാൽ ആ ബ്ലോക്ക് നമ്പർ ഏതാണോ തരുന്നത് അവിടോട്ട് നമ്മൾ പോയിന്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഫോർ ഡയറക്റ്റ് ആക്സസിൽ നമ്മൾ ഫയൽ വ്യൂ എന്ന് പറയുന്നത് എ സീക്വൻസ് ഓഫ് ബ്ലോക്ക് അല്ലെങ്കിൽ റെക്കോർഡ് ആയിട്ടാണ്. സോ വി ക്യാൻ റീഡ് ബ്ലോക്ക് 14, ദെൻ ബ്ലോക്ക് 59. നമുക്ക് ഏത് ബ്ലോക്ക് വേണമെങ്കിലും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതിന് ബിഗിനിങ് മുതൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് ബ്ലോക്ക് നമ്പർ പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പം നമ്മൾക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു റിലേറ്റീവ് ബ്ലോക്ക് നമ്പറാണ്. സീറോയിൽ നിന്ന് ഒരു ബ്ലോക്ക് നമ്പർ 0 ഉണ്ട് എങ്കിൽ 50ാമത്തെ റീഡ് ചെയ്യാന്ന് സീറോയിൽ നിന്ന് തുടങ്ങി 1, 2, 3 അങ്ങനെ 50ാമത്തെ എണ്ണമാണ് നമ്മൾ 50ാമത്തെ ബ്ലോക്ക് നമ്പർ ആയിരിക്കും നമ്മൾ റീഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് റിലേറ്റീവ് ആക്സസ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ ഇനി മൂന്നാമത്തെ മെത്തേഡ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് മൂന്നാമത്തെ മെത്തേഡ്? ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡ് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ പറയും, ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം അവിടെ ഒരു സീക്വൻഷ്യൽ മെത്തേഡും ഉണ്ട്, പിന്നെ കൂടാതെ ഒരു ഇൻഡെക്സും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ തേർഡ് മെത്തേഡ് ഓഫ് ആക്സസിങ് ഫയൽ ആണ്. ഒരു സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡിന്റെ ടോപ്പിൽ ബിൽറ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ മെത്തേഡിന് ഒരു ഇൻഡെക്സ് ഫയൽ ഉണ്ടായിരിക്കും. നമ്മുടെ ബുക്കിൽ ഇൻഡെക്സ് എങ്ങനെയാണോ ഉള്ള അതുപോലെ ഒരു ഇൻഡെക്സ് ഫയൽ ഉണ്ടായിരിക്കും. ആ ഇൻഡെക്സ് ഫയൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സീക്വൻഷ്യലി വരികയാണ്. ആ ഇൻഡെക്സ് എടുക്കുമ്പോൾ നമുക്ക് ആ ബ്ലോക്ക് നമ്പർ കിട്ടും. ആ ബ്ലോക്ക് നമ്പറിൽ പോയി നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യും. ഓക്കെ,
അപ്പൊ നമുക്കൊരു റെക്കോർഡ് അല്ലെ ഫയലിലുള്ള ഒരു ഡേറ്റ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മള് ഫയലിലെ ഏത് റെക്കോർഡാണെന്ന് നമ്മൾ ആദ്യം ഇൻഡെക്സ് നോക്കി കണ്ടുപിടിക്കും. അപ്പം ആ ഇൻഡെക്സ് നോക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ബ്ലോക്ക് നമ്പർ കിട്ടും. നമ്മൾ ബ്ലോക്ക് നമ്പർ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യും. സോ ഇൻഡെക്സിൽ നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യാൻ നമ്മുടെ ഇൻഡെക്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇൻഡെക്സ് ബ്ലോക്കിലൂടെ നമ്മൾ സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും പോകുന്നത്. ആ ഇൻഡെക്സിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും, ഒരു ബ്ലോക്ക് നമ്പർ കിട്ടും. അവിടെ പോയി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുകയാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത് ഇൻഡെക്സ് സീക്വൻഷ്യൽ മെത്തേഡ്. ഒന്നുകൂടി പറയാം, ഇൻഡെക്സ് സീക്വൻഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ ഒരു ഇൻഡെക്സ് ഫയലും ഉണ്ടാവും. പിന്നെ ആ ഇൻഡെക്സ് നമ്മൾ സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും ട്രാവേഴ്സ് ചെയ്യുന്നത്. അത് നമ്മൾ ഓർത്ത് ഇരിക്കുക. പിന്നെ ആ ഇൻഡെക്സിൽ നിന്നും കറസ്പോണ്ടിങ് ബ്ലോക്ക് നമ്പർ കിട്ടുമ്പോൾ നമ്മൾ ആ കറസ്പോണ്ടിങ് ബ്ലോക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്തായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഡെക്സ് സീക്വൻഷ്യൽ മെത്തേഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫയൽ അലോക്കേഷൻ മെത്തേഡ് ആണ്. നേരത്തെ നമ്മൾ പഠിക്കുന്നത് ഫയലിലുള്ള കണ്ടന്റുകൾ ആക്സസ് ചെയ്യുന്ന രീതികളാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫയൽ അലോക്കേഷൻ മെത്തേഡ്സ് ആണ്. നമ്മുടെ ഡിസ്കിൽ നമ്മൾ ഫയലുകൾ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന് നമുക്ക് മെയിൻലി 3 ടൈപ്സ് ഓഫ് ഫയൽ അലോക്കേഷൻ മെത്തേഡ്സ് ആണ്. എന്തിനാണ് നമ്മൾ ഫയൽ അലോക്കേഷൻ മെത്തേഡ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏത് രീതിയിൽ ഡിസ്കിൽ ഫയൽ അലോക്കേറ്റ് ചെയ്താലാണ് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ഡിസ്ക് സ്പേസ് യൂട്ടിലൈസേഷൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ഈ ഫയലുകൾ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ഡിസ്കിൽ നിന്ന് എടുക്കാം. അപ്പം ഇങ്ങനെ ഈ 2 ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഈ 2 ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല മെത്തേഡുകൾ ഫയൽ അലോക്കേഷൻ മെത്തേഡുകൾ വന്നത്. ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ നോക്കാം, കണ്ടിഗ്വസ് അലോക്കേഷൻ. കണ്ടിഗ്വസ് ആയിട്ട് ഫയലുകൾ ഡിസ്കിൽ അലോക്കേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഡിസ്ക് വ്യൂ ആണെങ്കിൽ കണ്ടിഗ്വസ് അലോക്കേഷനിൽ നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫയലുകൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ കൗണ്ട് എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മുടെ കയ്യിലുണ്ട്. ആ കൗണ്ട്, അതിന്റെ സ്റ്റാർട്ട് അഡ്രസ് 0, എന്നിട്ട് ആ ഫയലിന് എത്ര ബ്ലോക്ക് ഡിസ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എത്ര ബ്ലോക്ക് വേണം നമുക്ക് തന്നിട്ടുണ്ട്, 2 ബ്ലോക്ക് വേണം. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും 0ഉം 1ഉം, ഡിസ് ബ്ലോക്ക് 0ഉം ഡിസ് ബ്ലോക്ക് 1ഉം. ടോട്ടൽ 2 ബ്ലോക്കുകളാണ് നമ്മൾ ഈ ഫയലിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ മെത്തേഡ് എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂസ് അലോക്കേഷൻ. ഇനി അടുത്ത ഒരു ഫയൽ ടിആറിന്റെ സ്റ്റാർട്ട് അഡ്രസ് നമുക്ക് തരും 14. നമ്മൾ 14 പോയതാ 14 TR. എന്നിട്ട് നമുക്ക് ലെങ്ത് എത്ര തന്നിരിക്കുന്നത് 3 ആണ്. അപ്പം ഇത് അലോക്കേറ്റ് ചെയ്യുന്നത് എവിടെ മുതലായിരിക്കും, 14, 15, 16ലോട്ടായിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. ലെങ്ത് 3 അല്ലേ, അപ്പം 3 കണ്ടിന്യൂസ് ലൊക്കേഷൻസ് ആയിരിക്കും ആക്സസ് ചെയ്യുന്നത്. അടുത്ത ഒരു ഫയല് മെയിൽ എന്ന് പറയുന്ന ഫയൽ നിങ്ങൾ നോക്കിയാൽ സ്റ്റാർട്ടിംഗ് അഡ്രസ് 19. സോ 19ലും നമ്മൾ ചെല്ലും. 19ൽ എത്ര എണ്ണം, 6 എണ്ണമാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 19, അപ്പം 20, 21, 22, 23, 24, മനസ്സിലായോ? അങ്ങനെ 6 എണ്ണം. ക്ലിയർ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂസ് അലോക്കേഷൻ മെത്തേഡ്. അപ്പം ഓരോ ഫയലും ഓക്യുപ്പൈ ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് സെറ്റ് ഓഫ് ബ്ലോക്സ് ഓൺ ദ ഡിസ്ക് ആയിരിക്കും. ഓരോ ഫയലും ഓക്യുപ്പൈ ചെയ്യുന്നത് എ കണ്ടിന്യൂസ് സെറ്റ് ഓഫ് ബ്ലോക്സ് ഓൺ ദ ഡിസ്ക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഫയൽ റിക്വസ്റ്റ് n ബ്ലോക്സ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മതി. നമുക്ക് ലെങ്ത് അറിയാമെങ്കിൽ ബ്ലോക്സ് നമ്മുടെ ഫയൽ അസൈൻ ചെയ്യുന്ന ബ്ലോക്കുകൾ ഏതായിരിക്കും, ബി, സ്റ്റാർട്ടിംഗ് അഡ്രസ് ബി ആണെങ്കിൽ B+1, B+2, B+3 അങ്ങനെ പോകും. ഓക്കെ, അപ്പം നമ്മൾ ആ ഫയലിനെ കുറിച്ച് ഒരു ഡയറക്ടറി എൻട്രി കണ്ടിന്യൂസ് അലോക്കേഷനിൽ കീപ്പ് ചെയ്യും. അവിടെ എന്തുകൊണ്ടായിരിക്കും, സ്റ്റാർട്ടിംഗ് ബ്ലോക്കിന്റെ അഡ്രസ്സും ലെങ്ത് ഓഫ് ദി അലോക്കേറ്റഡ് പോർഷനും ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ക്ലിയർ ആണോ? ഇതാണ് കണ്ടിന്യൂസ് അലോക്കേഷൻ. ഇനി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉള്ള ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റും സീക്വൻഷ്യൽ ആക്സസ് ആയിട്ടും ഡേറ്റകൾ അല്ലെങ്കിൽ ഫയലുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഡയറക്റ്റ് ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേത്ത് ബ്ലോക്കിന്റെ അഡ്രസ് അറിയാമെങ്കിൽ നമുക്ക് ഒരു അതിന്റെ തൊട്ടടുത്തുള്ള ബ്ലോക്കിന്റെ അഡ്രസ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ കൂടെ എന്ത് ചെയ്താൽ ബേസ് അഡ്രസ് സ്റ്റാർട്ടിംഗ് അഡ്രസ് B+K എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു എക്സ്ട്രീംലി ഫാസ്റ്റ് ആണ്. കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫയലുകൾ അലോക്കേറ്റ് ചെയ്തത് കാരണം നമ്മുടെ സീക്ക് അല്ലെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് നമ്പറിൽ എത്താനുള്ള സമയം എന്ന് പറയുന്നത് കുറച്ച് മതി. ഓക്കെ, പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് പറയാം, ഇന്റേണൽ ഫ്രാഗ്മെന്റേഷനും എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷനുമാണ്. ഇൻഎഫിഷ്യന്റ് ആണ് മെമ്മറി യൂട്ടിലൈസേഷൻ. കാരണം എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഫയലിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫയൽ സൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്താണ് ഈ കണ്ടിന്യൂസ് ഫയൽ അലോക്കേഷൻ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത്രയും ബ്ലോക്കുകൾ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മെത്തേഡ്. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ എന്താണ് പറഞ്ഞേക്കുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റ് അലോക്കേഷൻ ആണ് അല്ലെ. നമ്മൾ 3 അലോക്കേഷൻ മെത്തേഡ് അല്ലേ നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു, 1 സെക്കൻഡ്. ഓക്കെ, കണ്ടിന്യൂസ് അലോക്കേഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ലിങ്ക്ഡ് അലോക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് ലിങ്ക്ഡ് അലോക്കേഷനിലോട്ട് പോകാം.
ലിങ്ക്ഡ് ലിസ്റ്റ് അലോക്കേഷനിൽ ഈച്ച് ഫയൽ എന്ന് പറയുന്നത് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഓഫ് ഡിസ്ക് ബ്ലോക്ക് ആയിരിക്കും. അത് ഒരിക്കലും ഡിസ്ക് ബ്ലോക്സ് കണ്ടിഗ്വസ് ആവണമെന്നില്ല. ഈ ഡിസ്ക് ബ്ലോക്ക് ഡിസ്കിൽ എവിടെയെങ്കിലും സ്കാറ്റേർഡ് ചെയ്ത് വരാം. അപ്പൊ നമ്മുടെ ഡയറക്ടറി എൻട്രിയിൽ കണ്ടേഴ്സ് നമ്മൾ പറഞ്ഞു ഒരു ഡയറക്ടറി എൻട്രി എപ്പോഴും കീപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു ഓരോ ഫയലിനും കറസ്പോണ്ടിങ് ആയിട്ട്. അവിടെ എന്തുണ്ടായിരിക്കും? എ പോയിന്റർ ടു ദ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഓഫ് ദി ഫയൽ ബ്ലോക്ക്. എന്താണെന്ന് ഒന്നുകൂടി ഈ പറഞ്ഞത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഈ ജീപ്പ് എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ട് എങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് 9 ആണ്. നിങ്ങൾ സ്റ്റാർട്ടിങ് 9 പോയി നോക്കൂ. അപ്പൊ 9 ആണ് എന്താന്ന് പറയുന്നത് അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ 9 ആണ് അതിന്റെ സ്റ്റാർട്ടിങ്. ഒന്നെന്ന് പറഞ്ഞ് ഞാൻ 9 ഇട്ടേക്കുന്ന കാണുന്നുണ്ടാവും. എൻഡിങ് എവിടാന്ന് പറഞ്ഞിട്ടുണ്ട് 25 എന്ന് പറയുന്ന ബ്ലോക്കിൽ. ഈ 25 കാണും. ഇനി നമ്മൾ എങ്ങനെ പറഞ്ഞേക്കുന്നത്? ഈ 1 ആ ഫയല് 9 സ്റ്റാർട്ട് ചെയ്തു. ഈ ഡിസ്ക് ബ്ലോക്ക് വേറൊരു അഡ്രസ് ഇവിടോട്ടാണ് അടുത്ത ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ഫയലിന്റെ കണ്ടിന്യൂഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? 1 സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ എവിടെയാണ്? 2 സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. 25 എൻഡ്. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അഡ്രസ് ആയിരിക്കും നമ്മുടെ ഡയറക്ടറി എൻട്രിയിൽ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് അലോക്കേഷൻ ഒന്ന് നോക്കിയേ. ഈച്ച് ഫയൽ എങ്ങനെ ആയിരിക്കും? ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഓഫ് ഡിസ്ക് ബ്ലോക്ക് ആണല്ലോ. അത് കണ്ടിഗ്വസും അല്ലല്ലോ. ഡിസ്ക് ബ്ലോക്ക് ഡിസ്കിൽ സ്കാറ്റേർഡ് ആയിട്ടാണല്ലോ കിടക്കുന്നത്. അതുപോലെ ഡയറക്ടറി എൻട്രിയിൽ എന്താ നിങ്ങൾ കണ്ടത്? സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഓഫ് ദി പോയിന്റർ അഡ്രസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഓരോ ബ്ലോക്കിലും എന്തുണ്ടായിരിക്കും? പോയിന്റർ ടു ദ നെക്സ്റ്റ് ബ്ലോക്ക് ഒക്കുപൈഡ് ബൈ ദ ഫയൽ. ആ ഫയൽ ഒക്കുപൈ ചെയ്യുന്ന നെക്സ്റ്റ് ബ്ലോക്ക് അഡ്രസ് ഏതാണെന്നും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള അലോക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ലിങ്ക്ഡ് ലിസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റാർട്ടിംഗ് അഡ്രസ് 9 ആണെങ്കിൽ 9 എന്തുണ്ടായിരിക്കും? അടുത്ത ഈ ഫയലിന്റെ കണ്ടിന്യൂഷൻ ഉള്ള ഡിസ്ക് ബ്ലോക്കിന്റെ അഡ്രസ് ഉണ്ടായിരിക്കും, അടുത്തതിലുണ്ടാവും. ഓക്കെ, അപ്പൊ പോയിന്റേഴ്സും കൂടി നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നെക്സ്റ്റ് അഡ്രസ്, നെക്സ്റ്റ് ബ്ലോക്ക് അഡ്രസ് ഏതാണ്? ഈ ഫയല് നെക്സ്റ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടിഗ്വസ് ആയിട്ടല്ല ഡിസ്ക് ബ്ലോക്കുകൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, നോൺ കണ്ടിഗ്വസ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാത്രമേ നമ്മുടെ ഡയറക്ടറി എൻട്രിയിലുള്ളൂ. അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. ഫയൽ സൈസ് എത്ര വലുതാണെങ്കിലും നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഉള്ള രീതിയിൽ ലിങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഒന്നും സഫർ ചെയ്യാറില്ല എന്ന് പറയാം. ഓക്കെ, മെമ്മറി യൂട്ടിലൈസേഷൻ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് പറയാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫയൽ ബ്ലോക്സ് റാൻഡം ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയത് കാരണം നമുക്ക് ഒരു ഫയലിന്റെ ഫുൾ ആക്സസ് ചെയ്യണമെങ്കിൽ ഒത്തിരി സീക്ക് ടൈം വേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ ഇത് റാൻഡം ആക്സസോ ഡയറക്റ്റ് ആക്സസോ ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. ഓക്കെ, നമുക്ക് ഒരു ഫയൽ ബ്ലോക്കിന്റെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് 1 by 1 സീക്വൻഷ്യലായിട്ട് തന്നെ ആക്സസ് ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. അതുപോലെ പോയിന്റേഴ്സ് കീപ്പ് ചെയ്യുന്നുള്ളത് കാരണം അത് ഒരു എക്സ്ട്രാ ഓവർ ഹെഡ് ആണ്. ഇത്രയുമാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പം ഫയൽ ബ്ലോക്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡംലി ഓൺ ദ ഡിസ്ക്. സോ എ ലാർജ് നമ്പർ ഓഫ് സീക്സ് ആർ റിക്വയർഡ് ടു ആക്സസ് എവറി ബ്ലോക്ക് ഇൻഡിവിജ്വലി. This makes linked allocation slower. It does not support random or direct access. We cannot directly access the block of a file. A block K of a file can be accessed by traversing K blocks sequentially from the starting block of the file via block pointers. Then the pointers required in the linked allocation incur some extra overhead. These are the some of the disadvantages. Okay? അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇൻഡെക്സ്ഡ് അലോക്കേഷൻ ആണ്. ഇൻഡെക്സ്ഡ് അലോക്കേഷൻ നമുക്കറിയാം ഒരു സ്പെഷ്യൽ ബ്ലോക്ക് ഉണ്ടായിരിക്കും, ഇൻഡെക്സ് ബ്ലോക്ക്, വിച്ച് കണ്ടെയ്ൻ പോയിന്റേഴ്സ് ടു ഓൾ ദ ബ്ലോക്സ് ഓക്യുപൈഡ് ബൈ ഫയൽ. ആ ഫയലിൽ എവിടൊക്കെ ബ്ലോക്കുകൾ ഒക്യുപൈ ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം അഡ്രസ്സുകൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡെക്സ് ഫയൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി ഓരോ ഫയലിനും കറസ്പോണ്ടിങ് എന്തുണ്ടായിരിക്കും? ഇൻഡെക്സ് ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ദ ith entry in the index block contains the disk address of the ith file block. Okay, the directory entry contain the address of the index block. Directory entry il undayirikkunna enduvarikkum address of the index block maathamaayirikkum undayikka. ജീപ്പിന്റെ ഇൻഫർമേഷൻ, ജീപ്പ് എന്ന് പറയുന്ന ഫയല് ഇൻഡെക്സ് ബ്ലോക്സ് 19 പോയി നോക്കിയാൽ മതി. നിങ്ങൾ 19 പോയി നോക്കിയേ, 19 പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഫയൽ ജീപ്പ് എന്ന് പറയുന്ന ഫയൽ എവിടൊക്കെയാണോ ഉള്ളത് അതിന്റെ എല്ലാ അഡ്രസ്സുകളും ഈ ഇൻഡെക്സ് ബ്ലോക്കിൽ ഉണ്ടാവും. അപ്പൊ 19 26 16 9 10 1 ഓക്കെ. അപ്പൊ ഈ രീതിയിലുള്ള അലോക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഇൻഡെക്സ്ഡ് അലോക്കേഷൻ. A special block called index block
which contain the pointers to all the blocks occupied by the file. ഫയൽ ഓക്യുപ്പൈ ചെയ്യുന്ന എല്ലാത്തിലുമുള്ള പോയിന്റേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിച്ചേക്കുന്നത്, ഈ ഇൻഡെക്സ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഓരോ ഫയലിനും സെപ്പറേറ്റ് ആയിട്ട് എന്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, ഒരു ഇൻഡെക്സ് ബ്ലോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ബ്ലോക്ക്, സെക്കൻഡ് ബ്ലോക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഇൻഡെക്സ് അലോക്കേഷൻ. ഈ ഇൻഡെക്സ് ബ്ലോക്ക് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും, അതാണ് അഡ്വാൻറ്റേജ്. ഇത് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ പ്രോബ്ലം ഒരു പരിധി വരെ സോൾവ് ചെയ്യും. പിന്നെ പോയിന്റർ ഓവർഹെഡ് ആണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. ദ പോയിന്റർ ഓവർഹെഡ് ഫോർ ഇൻഡെക്സ്ഡ് അലോക്കേഷൻ ഈസ് ഗ്രേറ്റർ. കാരണം ഇൻഡെക്സ് ബ്ലോക്കിൽ എല്ലായിടത്തോട്ടുമുള്ള ആ ഫയൽ എവിടെയൊക്കെയുണ്ടോ അതിന്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ് കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി വേറൊരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണ്. നമ്മളൊരു സ്മാൾ ഫയൽ എടുക്കുകയാണ് അല്ലെ, അത് 2 or 3 ബ്ലോക്കിൽ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡെക്സ്ഡ് അലോക്കേഷൻ വുഡ് കീപ് 1 entire ബ്ലോക്ക്. നമ്മൾ ഇൻഡെക്സ് ബ്ലോക്ക് നമ്മൾ വേണ്ടി ഒരു കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാം മെമ്മറി യൂട്ടിലൈസേഷൻ ഇൻഎഫിഷ്യന്റ് ആണ്. 2 or 3 ബ്ലോക്കിന് വേണ്ടിയിട്ട് ഒരു ഇൻഡെക്സ് ബ്ലോക്ക് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. വെരി സ്മോൾ ഫയൽസ് വരുവാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു ഇൻഡെക്സ് ബ്ലോക്ക് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻഎഫിഷ്യന്റ് ഇൻ ടേംസ് ഓഫ് മെമ്മറി യൂട്ടിലൈസേഷൻ ആണ്. ഓക്കെ, ബിക്കോസ് ഇൻ ലിങ്ക്ഡ് അലോക്കേഷൻ വി ലോസ് ദ സ്പേസ് ഫോർ ഓൺലി 1 pointer per ബ്ലോക്ക്. അതുകൊണ്ടാണ്. ഓക്കെ, ഇനിയിപ്പം ഫോർ ഫയൽസ് ദാറ്റ് ആർ വെരി ലാർജ് ആണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഫയലിൽ ഒത്തിരി ലാർജ് ആണ് എങ്കിൽ നമ്മൾ ഇൻഡെക്സ് ബ്ലോക്കിൽ എന്ത് ചെയ്യണം, അത്രയും ബ്ലോക്കുകൾ എവിടെയാണോ അതിന്റെ എല്ലാം ഇൻഡെക്സ് കീപ്പ് ചെയ്യേണ്ടി വരും, അത്രയും പോയിന്റേഴ്സ് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പം സിംഗിൾ ഇൻഡെക്സ് ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് എല്ലാ പോയിന്റേഴ്സും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഫയൽ ഒത്തിരി ലാർജ് ആണ് എങ്കിൽ നമുക്ക് ഡിസ്കിൽ ഒത്തിരി ബ്ലോക്കുകൾ ഓക്യുപ്പൈ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഇൻഡെക്സ് ബ്ലോക്ക് എടുക്കുമ്പോൾ ഇൻഡെക്സ് ബ്ലോക്കിൽ ഒത്തിരി ബ്ലോക്കുകളിലോട്ടുള്ള പോയിന്റേഴ്സ് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ടെക്നിക്കുകളുണ്ട്. 1 ലിങ്ക്ഡ് സ്കീം, 2 മൾട്ടി ലെവൽ ഇൻഡെക്സ് സ്കീം, 3 കമ്പൈൻഡ് സ്കീം. ഓക്കെ, ലിങ്ക്ഡ് സ്കീമാണ് ഈ കാണിച്ചേക്കുന്നത്. ലിങ്ക്ഡ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എവിടെയാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഒരു അഡ്രസ് കൊടുത്തിരിക്കുക. സിംഗിൾ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഒരു പോയിന്റേഴ്സ് കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഡേറ്റ ലൊക്കേഷന്റെ അഡ്രസ് കൊടുക്കുക. ഇനി ഡബിൾ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, 2 ഇൻഡെക്സ് ബ്ലോക്കുകൾ വരും. ഡബിൾ ഇൻഡയറക്റ്റ് വഴിയേ നമുക്ക് ഡേറ്റ പോത്തുള്ളൂ. അതുപോലെ ട്രിപ്പിൾ ഇൻഡയറക്റ്റും വരാം. നമുക്കപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ലിങ്ക്ഡ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കീമിൽ എന്ത് ചെയ്യും, 2 or more index blocks together for holding the pointers. Then every index blocks would contain a pointer to the next index blocks. ആ രീതിയിലാണ് എന്തെന്ന് പറയുന്നത് ലിങ്ക്ഡ് ഇൻഡെക്സ് സ്കീം. ഒരു ഇൻഡെക്സ് ബ്ലോക്കിൽ അടുത്ത ഇൻഡെക്സ് ബ്ലോക്കിലോട്ടുള്ള പോയിന്റേഴ്സ്. അപ്പം വലിയൊരു ഇൻഡെക്സ് ബ്ലോക്ക് കീപ്പ് ചെയ്യുന്നതിന്റെ ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാം. ഇനി മൾട്ടി ലെവൽ ഇൻഡെക്സ് സ്കീമിൽ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് ലെവൽ ഇൻഡെക്സ് ഈസ് യൂസ്ഡ് ടു പോയിന്റ് സെക്കൻഡ് ലെവൽ. ഓക്കെ, ആ സെക്കൻഡ് ലെവൽ ആയിരിക്കും ഡിസ്ക് ബ്ലോക്കിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ നമുക്ക് 3 ലെവൽസോ 4 ലെവൽസോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിംഗിൾ ഇൻഡയറക്റ്റും ഡബിൾ ഇൻഡയറക്റ്റ് രീതിയിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമുക്ക് നോക്കാം കമ്പൈൻഡ് സ്കീമാണ്. കമ്പൈൻഡ് സ്കീമിൽ നമുക്ക് നോക്കാം ഒരു സ്പെഷ്യൽ ബ്ലോക്ക് കാണും, അല്ലെങ്കിൽ ഐനോഡ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ നോഡ് എന്ന് പറയുന്നത്. എന്താണ് ഐനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിനക്സിലൊക്കെ ഈ സ്കീമാണ്, ഐനോഡ് സ്കീമാണ്. ഇറ്റ് കണ്ടെയ്ൻ ഓൾ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഫയൽ. ഒരു ഫയലിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉള്ള സാധനമാണ് ഐനോഡ് എന്ന് പറയുന്നത്. അതിന്റെ നെയിം, അതിന്റെ സൈസ്, അതിന്റെ അതോറിറ്റി, ഓക്കെ, അതിന്റെ ഡിസ്ബ്ലോക്ക് അഡ്രസ്. ഓക്കെ, അതിനകത്ത് ഈ ഐനോഡിലെ ഫസ്റ്റ് ഫ്യൂ പോയിന്റേഴ്സ് പോയിന്റ് ചെയ്യുന്നത് ഐനോഡ് പോയിന്റ് ടു ദ ഡയറക്റ്റ് ബ്ലോക്ക് ആയിരിക്കും, വിച്ച് കണ്ടെയ്ൻ ദ അഡ്രസ് ഓഫ് ദാറ്റ് കണ്ടെയ്ൻ ദ ഡേറ്റ ഓഫ് ദി ഫയൽ. ഫയൽ ആക്സസ് ചെയ്യുന്ന ഡേറ്റയുടെ അഡ്രസ് ഡയറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്യുന്ന ഡയറക്റ്റ് ബ്ലോക്കുകളായിരിക്കും. നെക്സ്റ്റ് ഫ്യൂ പോയിന്റേഴ്സ് പോയിന്റ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് ബ്ലോക്ക്. ഇൻഡയറക്റ്റ് ബ്ലോക്ക് മേ കണ്ടെയ്ൻ സിംഗിൾ, ഇൻഡയറക്റ്റ്, ഡബിൾ. അതാണ് ഞാൻ നേരത്തെ കാണിച്ച ഈ ഫിഗർ. സോറി, ഈ ഫിഗർ ഐനോഡിന്റെ ഫിഗർ ആണ്. ഈ ഐനോഡ് ഫിഗറിൽ എന്താ ഉണ്ടാവുക, ഫയൽ ആരാണ്, ഫയലിന് ഏതൊക്കെ പെർമിഷൻ മോഡ്സ് ഉണ്ട്, ആരാണിത്, എത്ര ബ്ലോക്ക് കൗണ്ടുകൾ എത്ര ഉണ്ട്, അതിനകത്ത് ഡയറക്റ്റ് ബ്ലോക്കുകൾ എത്ര, സിംഗിൾ ഇൻഡയറക്റ്റ് ഉണ്ടെങ്കിൽ എത്രയാണ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരു കമ്പൈൻഡ് സ്കീമാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്.
ഐനോഡ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, കമ്പൈൻഡ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സും കീപ്പ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഡിസ്ബ്ലോക്ക് എവിടെയാണെന്നുള്ളത് കീപ്പ് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് രീതിയിലും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സ്കീമുകളും, നേരത്തെ നമ്മൾ രണ്ട് സ്കീം പറഞ്ഞില്ലേ, എന്താണ്, ഒന്നാമത്തെ സ്കീം ലിങ്ക്ഡ് സ്കീമും മൾട്ടി ലെവൽ ഇൻഡെക്സിങ്, ഇത് രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കമ്പൈൻഡ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സിംഗിൾ ഇൻഡയറക്റ്റ് ബ്ലോക്കിൽ ഡിസ്ബ്ലോക്ക് ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഫയൽ ഡേറ്റ ബട്ട് ദ ഡിസ്ക് അഡ്രസ് ഓഫ് ദി ബ്ലോക്ക് ദാറ്റ് കണ്ടെയ്ൻ ഫയൽ ഡേറ്റ. ഡബിൾ ഇൻഡയറക്റ്റിൽ എന്തുണ്ടായിരിക്കും, ഡബിൾ ഇൻഡയറക്റ്റ് ഡു നോട്ട് കണ്ടെയ്ൻ ഫയൽ ഡേറ്റ ഉണ്ടാവത്തില്ല, പകരം ദ ഡിസ്ക് അഡ്രസ് ഓഫ് ദി ബ്ലോക്ക് ദാറ്റ് കണ്ടെയ്ൻ, ഡബിൾ ആയിട്ട് ഇൻഡയറക്റ്റ് വരിക. ഫസ്റ്റ് ലെവൽ ഇൻഡെക്സ് ഒരു ബ്ലോക്കിലോട്ട് പോകും, അതിന്റെ അഡ്രസ് എടുത്ത് കഴിയുമ്പോഴായിരിക്കും ഡേറ്റ ഉള്ളത് ഏതാണെന്ന് നമുക്ക് കിട്ടുന്നത്. ഇൻഡയറക്റ്റ് രീതിയിലാണ്. ഇനി ഞാൻ അടുത്ത പഠിപ്പിക്കാൻ പോകുന്നത് ഡിസ്ക് ഫോർമാറ്റിംഗ്. നമ്മൾ പലപ്പോഴും ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ കമ്പ്യൂട്ടറിൽ ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവും നമ്മളുടെ ഫ്ലോപ്പിയും ഒക്കെ നമ്മൾ ഫോർമാറ്റ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ ഡിവൈസിനെ കോൺഫിഗർ ചെയ്യുക, ഡേറ്റ സ്റ്റോറേജ് ഡിവൈസിനെ കോൺഫിഗർ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർഡ് ഡ്രൈവ് നമ്മൾ ഫോർമാറ്റ് ചെയ്യുക അല്ലെ ഡിസ്ക് ഫോർമാറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 പ്രോസസ്സുകളാണ് നടക്കുന്നത്. ഒന്ന് ലോ ലെവൽ ഫോർമാറ്റിംഗ്, 2 പാർട്ടീഷനിങ്, മൂന്നാമത്തത് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. അതിനകത്തുള്ള ഈ ലോ ലെവൽ ഫോർമാറ്റിംഗ് സാധാരണ രീതിയിൽ മാനുഫാക്ചേഴ്സ് ആണ് ചെയ്യുന്നത്. ബാക്കി രണ്ടും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഹൈ ലെവൽ ഫോർമാറ്റിംഗും അല്ലെങ്കിൽ പാർട്ടീഷനിങ്ങും ഒക്കെ നമ്മൾ സാധാരണ നമുക്ക് തന്നെ ഹാർഡ് ഡിസ്കിൽ ചെയ്യാം. അല്ല, ലോ ലെവൽ ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ഈ സിലിണ്ടേഴ്സും സെക്ടേഴ്സും ട്രാക്കുകളും എല്ലാം മാർക്ക് ചെയ്യുന്ന ആ പ്രോസസ്സില്ലേ, അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് പെർഫോം ചെയ്യുന്നത് ഹാർഡ് ഡിസ്ക് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇനി ഇഫ് യൂസേഴ്സ് പെർഫോം ലോ ലെവൽ ഫോർമാറ്റിംഗ്, നമ്മൾ ഒരു ലോ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വെൻ ഡേറ്റ ഹവ് ബീൻ ഇൻസ്റ്റാൾഡ് എല്ലാ എക്സിസ്റ്റിംഗ് ഫയൽസും എന്താവും, ഇറേസ്ഡ് ആവും. അത് നമുക്ക് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റിക്കവർ ദാം. ഓക്കെ, അതുകൊണ്ട് മിക്കവാറും നമ്മൾക്ക് ലോ ലെവൽ ഫോർമാറ്റിങ്ങിനുള്ള പ്രൊവിഷൻസ് ഒന്നും തരാറില്ല. കാരണം നമുക്ക് അത് നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും, ഹാർഡ് ഡിസ്കിന് ഡാമേജ് വരികയും അതിന്റെ ലൈഫ് ഷോർട്ടൺ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് സാധാരണ വേണമെങ്കിൽ നമുക്ക് ലോ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്യാമെങ്കിലും സാധാരണയായിട്ട് സാധാ യൂസേഴ്സിന് ഇത് സജസ്റ്റ് ചെയ്യാറില്ല. നോർമലി ഇങ്ങനെയുള്ള ഫിസിക്കൽ ഫോർമാറ്റിംഗ് എല്ലാം മാനുഫാക്ചറിംഗ് ലെവലിൽ തന്നെ ചെയ്തായിരിക്കും വരാറ്. രണ്ടാമത്തെ ടെക്നിക്ക് നമ്മൾ പറഞ്ഞു ഡിസ്കിന്റെ 3 സ്റ്റെപ്പിൽ പാർട്ടീഷനിങ്. പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളൊരു സിസ്റ്റം വാങ്ങിക്കുമ്പോൾ CDE എന്നൊക്കെ ഉള്ള പാർട്ടീഷനിങ് ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ള റീജിയനുകളായിട്ട് ഡിസ്കിന്റെ സ്പേസിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. ആ പാർട്ടീഷനിങ് നമുക്ക് യൂസേഴ്സിന് ചെയ്യാം. നമുക്ക് അതിന് ഇഷ്ടംപോലെ ടൂളുകൾ, ഡിസ്ക് പാർട്ടീഷൻ മാജിക് ടൂളുകളൊക്കെ അവൈലബിൾസ് ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളിപ്പോ ലിനക്സ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഫയൽ സിസ്റ്റം റൈറ്റ് ചെയ്യുക, വിൻഡോസ് ആണെങ്കിൽ FAT32 എന്നൊക്കെ പറയുന്ന ഫയൽ സിസ്റ്റം റൈറ്റ് ചെയ്യുക. അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ OSന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഫയൽ ഫോർമാറ്റിംഗ് ആണ് റൈറ്റിംഗ്, ആ ഫയൽ സിസ്റ്റം റൈറ്റ് ചെയ്യുക. വിൻഡോസിനുള്ള ഫയൽ സിസ്റ്റം അല്ല, ലിനക്സിലുള്ള ഫയൽ സിസ്റ്റം. അപ്പം നമ്മൾ ഒരു പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ D ഡ്രൈവ് അല്ലെ C ഡ്രൈവ് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ആ കറസ്പോണ്ടിങ് ഫയൽ സിസ്റ്റം റൈറ്റ് ചെയ്യുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത് ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഇറ്റ് ഈസ് ടിപ്പിക്കലി ഡൺ ടു ഇറേസ് ദ ഹാർഡ്. നമ്മൾ സാധാരണയായിട്ട് ഈ ഹൈ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയോ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ആ ഹൈ ലെവൽ ഫോർമാറ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്കിലുള്ള ഡേറ്റ സാധാരണയായിട്ട് ക്ലിയർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബൂട്ട് ഇൻഫർമേഷൻ, അതിന്റെ ഫയൽ അലോക്കേഷൻ ടേബിളുകൾ ഇനിഷ്യലൈസ് ചെയ്യുക, ബാഡ് സെക്ടേഴ്സുകൾ മാർക്ക് ചെയ്യുക, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഹൈ ലെവൽ ഫോർമാറ്റിംഗിലാണ്. ഇത് സാധാരണയായിട്ട് യൂസർ ലെവൽ അല്ലെങ്കിൽ യൂസേഴ്സ് ആണ് ഈ ലെവൽ ഓഫ് ഫോർമാറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സാധാരണയായിട്ട് ഹാർഡ് ഡിസ്കിന് ഹാം ഒന്നും ചെയ്യാറില്ല. ഇത് നമ്മൾ എന്താ കടകളിലൊക്കെ കൊടുക്കുമ്പോൾ അവർ നമുക്ക് ഡിസ്ക് മാനേജ്മെന്റ് ടൂള്, ഡിസ്ക് പാർട്ടീഷൻ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഫോർമാറ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ പറ്റില്ല, അപ്പം നിങ്ങൾ ഇത് ഉറപ്പായിട്ടും കാണണം. ഇത് ഇമ്പോർട്ടന്റ്